ഒരുപക്ഷെ ഇത്രയേറെ വ്യത്യസ്തമായ മേഖലകളിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബാങ്കിംഗ് സംവിധാനം, ഒരു സ്ഥാപനം നമുക്ക് കേരളത്തിൽ തന്നെ വേറെ കാണാൻ സാധിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയേറെ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് ബാങ്ക് അതിൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. ഈ സർവീസ് സഹകരണ ബാങ്ക് ഇത്രയും പോപ്പുലർ ആകാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ നാട്ടിലുള്ള സാധാരണക്കാരായ ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരെ സഹായിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ചെയ്തിട്ടുള്ളത്. പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്കിന്റെ ഡയമണ്ട് ജൂബിലി ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി. AP അനിൽകുമാർ MLA 1 വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. നിർധനരായ A ക്ലാസ് അംഗങ്ങൾക്ക് നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ താക്കോൽദാനം നജീബ് കാന്തപുരം MLA നിർവഹിച്ചു. പെരിന്തൽമണ്ണയുടെ അഭിമാനമായി നിലകൊള്ളുന്ന പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് പ്രവർത്തനം ആരംഭിച്ച് 60 വർഷം പിന്നിടുകയാണ്. കേരളത്തിലെ ഏറ്റവും മികച്ച സഹകരണ ബാങ്കുകളിലൊന്നായ പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഡയമണ്ട് ജൂബിലി ആഘോഷം 1 വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളോടെയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ബാങ്കിൻ്റെ ടൗൺ ബ്രാഞ്ച് പരിസരത്ത് സംഘടിപ്പിച്ച ചടങ്ങിൽ മുൻമന്ത്രി AP അനിൽകുമാർ MLA ഡയമണ്ട് ജൂബിലി ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് പച്ചേരി ഫാറൂഖ് ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നിർധനരായ A ക്ലാസ് അംഗങ്ങൾക്ക് നിർമ്മിച്ചു നൽകുന്ന 3 വീടുകളുടെ താക്കോൽദാനം നജീബ് കാന്തപുരം MLA നിർവഹിച്ചു. പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് അതിൻ്റെ ചരിത്രപ്രധാനമായ ഒരു ആഘോഷത്തിലേക്ക് കടക്കുകയാണ്. തീർച്ചയായിട്ടും 60 വർഷം പിന്നിട്ട ഒരു ബാങ്ക് എന്ന് പറയുന്നത് വളരെയേറെ എക്സ്പീരിയൻസിലൂടെ, വളരെയേറെ അനുഭവങ്ങളിലൂടെ കടന്നു പോയ ഒരു പ്രസ്ഥാനമാണ്. പ്രിയപ്പെട്ട പ്രസിഡന്റ് ഫാറൂഖ് സാഹിബ് ഇവിടെ സൂചിപ്പിച്ച പോലെ ഒരുപക്ഷെ ഇത്രയേറെ വ്യത്യസ്തമായ മേഖലകളിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബാങ്കിംഗ് സംവിധാനം, ഒരു സ്ഥാപനം നമുക്ക് കേരളത്തിൽ തന്നെ വേറെ കാണാൻ സാധിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയേറെ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് ബാങ്ക് അതിൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. A ക്ലാസ് മെമ്പർമാർക്ക് 21 വീടുകൾ ഇതിനകം നിർമ്മിച്ചു കൊടുക്കാൻ ഈ ബാങ്കിന് കഴിഞ്ഞു എന്ന് പറയുന്നത് ഒരു ചെറിയ നേട്ടമല്ല. ഇന്ന് ഈ വേദിയിൽ വെച്ച് അതിൻ്റെ 3 വീടുകളുടെ കൂടി താക്കോൽ ദാനം നിർവഹിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ എത്രയോ ആളുകളിലേക്ക് ഒരു സഹായഹസ്തമായി ഒരു സ്ഥാപനം നിൽക്കുന്നതിൻ്റെ തെളിവായിട്ട് നമുക്കതിനെ കാണാൻ സാധിക്കും. മഞ്ഞലാംകുഴിയാലി MLA പുതിയ 3 വീടുകളുടെ പ്രഖ്യാപനം നടത്തി. ഈ സർവീസ് സഹകരണ ബാങ്ക്, അതുപോലെ തന്നെ നമ്മൾ പഴയ ബാലചന്ദ്രൻ സെക്രട്ടറി, ഇതൊക്കെ ഇപ്പോഴും മനസ്സിൽ മായാതെ നിൽക്കുന്ന ഓരോ കാര്യങ്ങളാണ്. പെരിന്തൽമണ്ണ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യമായിട്ട് ഓർമ്മ വരുന്ന ഈ 3-4 കാര്യങ്ങളായ ഒന്ന് സർവീസ് സഹകരണ ബാങ്ക് തന്നെയാണ് എന്നുള്ളതാണ് സത്യം. ഈ സർവീസ് സഹകരണ ബാങ്ക് ഇത്രയും പോപ്പുലർ ആകാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ നാട്ടിലുള്ള സാധാരണക്കാരായ ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരെ സഹായിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ചെയ്തിട്ടുള്ളത്. ലാഭമൊക്കെ ധാരാളം ഉണ്ടായിട്ടുണ്ട് ബാങ്കിന്. പക്ഷെ ആ ലാഭം മുഴുവനും പെട്ടിക്കൂട്ടി ഒരു വലിയ സെൽഫിൽ വെക്കാതെ ആൾക്കാർക്ക് സപ്ലൈ ചെയ്തു, അല്ലെങ്കിൽ ആൾക്കാരുടെ ഇടയിൽ വിതരണം നടത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. വർദ്ധിപ്പിച്ച പെൻഷൻ പദ്ധതി ഉദ്ഘാടനവും നാമകരണവും ഭക്ഷ്യ കമ്മീഷൻ അംഗം V രമേശൻ നിർവഹിച്ചു. ചികിത്സാ സഹായ വിതരണം സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ P ബഷീറും D ക്ലാസ് അംഗങ്ങൾക്കുള്ള ആനുകൂല്യ വിതരണം സഹകരണ സംഘം അസിസ്റ്റന്റ് ജോയിന്റ് രജിസ്ട്രാർ P ഷംസുദ്ദീനും നിർവഹിച്ചു. കിഡ്നി രോഗികൾക്കുള്ള പുതിയ പെൻഷൻ പദ്ധതിക്കും ഇതോടൊപ്പം തുടക്കമായി. ബാങ്ക് വൈസ് പ്രസിഡന്റ് AR ചന്ദ്രൻ, സെക്രട്ടറി ഇൻചാർജ് C ശശിധരൻ, KPCC സെക്രട്ടറി V ബാബുരാജ്, പ്രൊഫസർ നാലകത്ത് ബഷീർ, IUML നിയോജകമണ്ഡലം പ്രസിഡന്റ് AK നാസർ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അറഞ്ഞിക്കൽ ആനന്ദൻ, മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് PTS മൂസു, വ്യാപാരി വ്യവസായി സമിതി ജില്ലാ പ്രസിഡന്റ് K സുബ്രഹ്മണ്യൻ, IMA പെരിന്തൽമണ്ണ പ്രസിഡന്റ് ഡോക്ടർ ഷാജി അബ്ദുൽ ഗഫൂർ, ഡോക്ടർ നിലാർ മുഹമ്മദ്, സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥരായ S സുധാകരൻ, P രാജൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. ചാനൽ 10 പെരിന്തൽമണ്ണ. സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ പണിക്കൂലിയില്ലാതെ തന്നെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാനിതാ
ഒരു സുവർണാവസരം. കൂടാതെ വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഓഫറുകളും. 2% മുതൽ അഡ്വാൻസ് ബുക്കിംഗോടുകൂടി 2.5% മുതൽ മേക്കിംഗ് ചാർജിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം. കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ. സ്കൈ ഗോൾഡ്, പെരിന്തൽമണ്ണ, നിലമ്പൂർ, പൊന്നാനി, പൂനെ.